ഹായ് ഹലോ നമസ്കാരം. ജെയിംസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരുപാട് ദിവസങ്ങളായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഈ അപ്ഡേറ്റ് വന്നപ്പോൾ മുതൽ കട്ട വെയിറ്റിംഗ് ആണ്. ക്യാപ്റ്റൻ മില്ലർ, കില്ലർ കില്ലർ ക്യാപ്റ്റൻ മില്ലർ ടീസർ കിട്ടില്ലൻ, അതിന്റെ പോസ്റ്റേഴ്സ് കിട്ടില്ലൻ. സോ ട്രെയിലർ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. വന്നിട്ട് കുറച്ച് നേരമായി, വൈഫിനെ കൊണ്ടുവരാനും ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിന്റെ കുറച്ച് ലേറ്റ് ആയി പോയതാണ്. സോ ലെറ്റ്സ് വാച്ച് ദി വീഡിയോ. റെഡി? சத்யஜோதி ஃபிலிம்ஸ். வெள்ளக்காரன் கண்ணுக்கு கொள்ளக்காரன். உன்ன மாதிரி நானும் ஒரு கொலைகாரனா இருந்திருந்தா அவனை நானே கொன்னுருப்பேன். எனக்கு அவன் சாகணும். யாரு? கெட்டவனை கொண்டு இருக்க, நல்லவனை தானே இருப்பேன். ஊர்க்காரன் கண்ணுக்கு துரோகி. உண்மையிலே நீ யாரு? நீ யாரு, உனக்கு என்ன வேணுங்கிறத பொறுத்து நான் யாருங்கிறது மாறும். போலி Village and the temple will now become British property. Mining will soon begin and we will find out exactly what lies beneath. Man. ആഹാ, അരുൺ മാതേശ്വരൻ. You believe devil? I am the devil. And you will call me. Captain Miller. Nice. Captain Miller. பசியோட சுத்திட்டு இருக்கிற ஒரு சிங்கத்துக்கு ஒரு இறை கிடைக்குது. அதை எப்படியாவது தூக்கிட்டு போயிடலான்னு ஒரு கழுத புலி கூட்டமே அலையுது. அப்போ அந்த இறைய ஓனாய் தூக்கிட்டு போனா என்ன ஆகும்? സ്ക്രീനിൽ 12/1/2024 കാണാം என்ன ആവും എന്നുള്ളത്. വാവ്, നൈസ്, റിയലി നൈസ്. വളരെ രസമായിട്ടുണ്ട്. ഈ കമ്പയറിംഗ് ടു ടീസർ അത് വെച്ച് നോക്കുമ്പോൾ എനിക്കിതൊന്നും അല്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം ടീസർ വേറെ ലെവലായിരുന്നു. എന്തുകൊണ്ടോ എനിക്ക് ആ ഒരു കളറിങ്ങും ഇതും മനോഹരമായിട്ട് തന്നെ ഉണ്ട്. പക്ഷെ ഇതിന്റെ തുടക്കത്തിൽ എവിടേക്കോ ചില ഒരു 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 ക്വാളിറ്റി ഫീൽ ചെയ്യാത്ത പോലെയൊക്കെ, മീൻസ് ഞാൻ കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നതല്ല, ഇത് മോശമാണെന്നല്ല. ടീച്ചറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. പുറത്ത് അതിലും വലിയ എന്തോ ഇത് നടക്കുന്നുണ്ട്, എന്തൊക്കെയോ കുട്ടികളൊക്കെ ആയിട്ട് കച്ചറ ഉണ്ടാവുന്നുണ്ട്. ആ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഐം സോറി. സോ വീണ്ടും ട്രെയിലറിലേക്ക് വരുമ്പോൾ ഗംഭീരമായിട്ടുള്ള ട്രെയിലർ. ഇതിലെ മ്യൂസിക്, പിന്നെ ഇംഗ്ലീഷ് പറയുന്ന ആ ഒരു ഡയലോഗ് ഡെലിവറിന്റെ ഒരു ഭംഗി ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു യു ക്യാൻ കോൾ മീ എന്നൊക്കെ ഒരു തറപ്പിച്ച് ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് അറിയില്ല, എന്നാൽ ഇംഗ്ലീഷ് അറിയാം. ആ ഒരു ഫ്ലോ ഒന്നും ഇല്ല, എന്നാൽ ആ ഒരു രസത്തിൽ അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. എന്തൊരു സൗണ്ടാണ് അപ്പുറത്ത്, എനിക്കൊരു ഐഡിയ ഇല്ല. ഭയങ്കര സൗണ്ട് അടക്കണം കേട്ടോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ എനിക്ക് അറിയില്ല. സോ ആ ഒരു ഡയലോഗ് ഡെലിവറി ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ ഈ ഒരു ബാഗ് ഇതിലിപ്പോ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ബീറ്റ്, ആ ബീറ്റിനോട് ചേർന്നുള്ള രീതിയിൽ സീനും ആ ഒരു കട്ടിങ്ങും വരുമ്പോൾ ഭയങ്കര രസമാണ്. അത് ഫാസ്റ്റ് കട്ടിങ്, ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഓരോ സീൻ ഓരോ ഷോട്ട് കാണിക്കും. അതിന്റെ ഒപ്പം തന്നെ ഇപ്പൊ ഇതിൽ കാണിക്കുന്ന കത്തിയോണ്ട് ഇങ്ങനെ കുത്തുന്ന സമയത്ത് തന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ സാധനം ഉണ്ടല്ലോ, ആ സാധനത്തിന് അത് ഇത് കറക്റ്റ് പറഞ്ഞു തരാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. സോ അത്തരത്തിലുള്ള പരിപാടികളുണ്ടല്ലോ. അപ്പൊ കുറെ ട്രെയിലേഴ്സിലാണെങ്കിലും കുറെ ഈ ഇതുപോലത്തെ വീഡിയോസിലാണെങ്കിലും ഈവൻ മാഷപ്പ് ട്രിബ്യൂട്ട് വീഡിയോ ചെയ്യുന്ന ആളുകൾ പോലും ഭയങ്കര ഭംഗിയായിട്ട് ചെയ്യാറുണ്ട്.
സോ അത്തരത്തിലുള്ള പരിപാടി കാണാൻ ഭയങ്കര രസമാണ്. അപ്പൊ അത് ഇതിൽ വന്നിട്ടുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അറിയാലോ, ഒരു മാസീവ് ഫീല് തരുന്ന ഒരു സംഭവമാണ്. എന്തോ ഒരു ഭയങ്കര ഒരു സാധനമാണെന്നുള്ളത് ഈ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മാസ് അത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. സോ അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരൻ ഒരു പോലീസ് ഓഫീസറാണ്, അല്ലെങ്കിൽ അവരുടെ മിലിറ്ററിയിൽ ഉണ്ടായിരുന്ന, അത് പോലീസ് ഓഫീസറാണോ എന്താ എനിക്കറിയില്ല, മിലിറ്ററിയിൽ ഉണ്ടായിരുന്ന ആളോ അറിയില്ല. ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന ആ ലുക്കിൽ മീശ മാത്രം വെച്ചുള്ള ആ ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് അങ്ങനത്തെ ഒരാൾ, അപ്പൊ മിക്കവാറും അത്തരത്തിലൊരാൾ അയാളുടെ ഇപ്പോ ഇപ്പൊ ജനതയ്ക്ക് തന്നെ ദ്രോഹം ചെയ്യുന്നു എന്ന് മനസ്സിലാവുമ്പോൾ അവരുടെ കൂടെ നിന്ന് ചെയ്യുന്ന ഒറ്റയാൾ പോരാട്ടമായിരിക്കാം. പിന്നെ ഇതിൽ ലാസ്റ്റ് പറഞ്ഞത് കഴുതപ്പുലിന്റെ കൂട്ടായിട്ടിരിക്കുന്നുണ്ട്, അങ്ങനെ കുറെ സംഭവം അവസാനം ഓയിനാക്കി അടച്ച എവിടെ ഇരിക്കും എന്ന് ചോദിച്ചില്ല. അപ്പോ അത് നമുക്ക് തിയേറ്ററിൽ 12-ാം തീയതി കാണാം. എനിവേ ഈ പൊങ്കൽ ഒരു പൊങ്കൽ തന്നെയാണ്. ഈ അയലാൻ ഈ സിനിമ, പിന്നെ 11th നമ്മുടെ ഓസ്ലർ, ഏതൊക്കെ കാണണ്ടെന്ന് ഒരു പിടിയില്ല. ഓസ്ലറിന്റെ ട്രെയിലറൊക്കെ കിടിലൻ ട്രെയിലർ ആയിരുന്നു. അയലാൻ അത്യാവശ്യം പ്രതീക്ഷയ്ക്ക് വിപരീതമായി വളരെ നല്ല രീതിയിലുള്ള ട്രെയിലറാണ് കിട്ടിയത്. ക്യാപ്റ്റൻ മില്ലറും ഈ പറഞ്ഞ പോലെ ഒരു മാസീവ് ഫീൽ തരുന്ന ഒരു ട്രെയിലറാണ്. ഏതൊക്കെ കാണും, എല്ലാം കാണും. സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഏത് സിനിമയ്ക്കാണെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ രേഖപ്പെടുത്തുക. അയലാന് പോവോ ക്യാപ്റ്റൻ മില്ലറിന് പോവോ, ഏതിന്റെ റിവ്യൂ ആണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടെന്നൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും നമ്മൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അതിനനുസരിച്ച് മൂവി കാണാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് വേണ്ടിയിട്ടാണ് കാണുന്നവരെ.